മാഹിപ്പള്ളിയിൽ ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഒരുക്കിയ പുൽക്കൂട് പ്രേക്ഷകർക്ക് കാണാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം എന്ന വചനവും പ്രേക്ഷകർക്ക് കാണാം. അപ്പോൾ പ്രിയപ്പെട്ടവർ, എനിക്കൊപ്പം ഒരു കലാകാരി കൂടിയുണ്ട്. കലാകാരിയുടെ പേര് വിസ്മയ. വിസ്മയ മഹേഷ് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th സ്റ്റാൻഡേർഡിൽ. ഏത് സ്കൂളിലാ? എവിടെയത്? കാഞ്ഞിരടുക്കം. കാഞ്ഞങ്ങാട് നിന്നാണ് പാടാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വിസ്മയുടെ ഒരു മനോഹരമായ പാട്ട് കേൾക്കാം. ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? റൈറ്റ്, നമുക്കൊരു പാട്ട് കേട്ടാലോ? അപ്പോൾ വിസ്മയ കുട്ടിയുടെ ഒരു പാട്ട് കേൾക്കാം. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. അമ്മ തിരുവയറുള്ളിൽ കുറുകണ കുഞ്ഞരി പ്രാവ്, കുഞ്ഞമ്മിണി പ്രാവ്. എന്തിനു വേണം എന്നരുളേണം, പുന്നല്ലിനവിലോ പൂവൻ കനിയോ, തുമ്പപ്പൂ ചോറോ തൂഷനിലതൻ തുഞ്ചത്തു വച്ച പഴം നുറുക്കോ. തിരുനെല്ലി കാവിലെ ചെറുതെച്ചി തേൻ പഴം, വരും കൽക്കണ്ട് തേൻ മാവിൽ വിരുന്നു കൂടാൻ പോകാം. വാലിന്മേൽ പോവും വാലിട്ടെഴുതിയ വിൽമൂന കണ്ണുമായി വന്ന വേഷു കിളി മകളെ, സുഖമോ അമ്മ കിളി തൻ കുശലം തൂകും അഴകേ. വരും നാവോറും പാടാൻ ഇനി വരും വിഷുനാളിൽ, വാലിന്മേൽ പോവും വാലിട്ടെഴുതിയ വെൽമൂന കണ്ണുമായി. ഓ സൂപ്പർ, എന്ത് ക്യൂട്ടായിട്ട് പാടിയല്ലേ വിസ്മയ. വിസ്മയ സംഗതികളൊക്കെ കിടുവായിരുന്നു. എനിക്ക് എന്തോ സംഗതി എന്ന് മനസ്സിലായിട്ടില്ല ഇന്നേ വരെ. പക്ഷേ സംഗതി സൂപ്പർ ആയിട്ടുണ്ട്, സംഭവങ്ങളെല്ലാം കൊള്ളാം അല്ലേ? അടിപൊളി. പാട്ട് പഠിക്കുന്നുണ്ടോ? ആരാ പഠിപ്പിക്കുന്നത്? രാജേഷ് സാറ് കാഞ്ഞങ്ങാട് പഠിപ്പിക്കുന്നുണ്ട്. ആണല്ലേ? മോള് കലോത്സവത്തിനൊക്കെ പങ്കെടുത്തു, സമ്മാനമൊക്കെ വാങ്ങിച്ചു. എ ഗ്രേഡ് ആണ്. സ്റ്റേറ്റ് കലോത്സവം മത്സരിച്ചു. ഏത് പാട്ടാ പാടിയേ? ലൈറ്റ് മ്യൂസിക്. രണ്ടുപരി പാടിയല്ലോ. ലൈറ്റ് മ്യൂസിക്കിൽ രണ്ടുപരി. ഋതുചക്രവർത്തിനി മണിമാറിലെ നവരാഗമാലിക ആരു തീർത്തു. അതാണ് സൂപ്പർ. ഈ ലളിതഗാനത്തിൽ മിക്കവാറും മാലിക എന്നുള്ളൊരു വരി പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. എല്ലാ ലളിതഗാനത്തിലും ഇങ്ങനെ ഏതെങ്കിലും ഒരു വരി ഉണ്ടാവും അല്ലേ? അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൊള്ളാം, ഗംഭീരമായിട്ടുണ്ട്. മെറി ക്രിസ്മസ്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അതെ.